ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാറ്റോ ചാറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം തോരനാണ്. നിങ്ങൾ മഷ്റൂം തോരൻ കഴിച്ചിട്ടുണ്ടോ? സാധാരണ തോരനേക്കാളും ഒരു വേറിട്ട ടേസ്റ്റാണ് മഷ്റൂം തോരന്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് കടുകും കുറച്ച് വറ്റൽ മുളകും കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് നന്നായി സോട്ട് ചെയ്ത ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണേ. വാടി വന്നതിന് ശേഷം കുറച്ച് ചോപ്ഡ് ഗാർലിക്കും ജിഞ്ചറും കൂടെ ഇട്ട് കൊടുക്കാം. ആ ഗാർലിക് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മഷ്റൂം, നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അത് നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും, അതുവരെ വേവിക്കാം. ഇനി നമുക്ക് തോരന് വേണ്ട അരപ്പ് അരച്ചെടുക്കാം. അപ്പം അതിനു വേണ്ടി ആദ്യം കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞ് പോവരുത്, വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മളുടെ മഷ്റൂം അത്യാവശ്യം വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഇത് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. വേറെ വെള്ളം അഡീഷണലി ഇനി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് അരപ്പും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളുടെ അരപ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, വെള്ളം ഒഴിക്കാതെ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ഇത് പതുക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇപ്പം മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് മേളിൽ ഇതുപോലെ എന്താ പറയുക, മിക്സ് ചെയ്യാതെ മേളിലിങ്ങനെ ഉപ്പി വെച്ച് മേളിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് ആവി കയറ്റാം. നമ്മൾ ആവി കയറ്റി അടച്ച് വെച്ച് വേവിച്ച് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും നനവ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി മാറി നമുക്ക് നന്നായിട്ട് ഡ്രൈ ചെയ്ത് കിട്ടണം. തോരൻ എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള ഡിഷാണല്ലോ. അപ്പം ആ വെള്ളമയമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ തോരൻ ഇവിടെ റെഡിയാണ്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എപ്പോഴും കഴിക്കുന്ന തോരനിൽ നിന്ന് വേറിട്ട ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ. Don't forget to like and hit the bell icon.